മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കേരളത്തിൽ അത്ര നല്ല കാലമല്ല, കഷ്ടകാലം എന്ന് തന്നെ പറയാം. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുസ്ലിം ലീഗ് UDF അധികാരത്തിൽ വന്നാൽ. അധികാരത്തിൽ വന്നിട്ടില്ല, UDF ജയിച്ചാൽ എല്ലാ കാര്യങ്ങളിലും മുസ്ലിം ലീഗ് ഇടപെടും. മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കും, മന്ത്രിമാർ ആരാകണമെന്ന് തീരുമാനിക്കും. അത് മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല, കോൺഗ്രസിൻ്റെ കാര്യത്തിൽ പോലും ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന നിലപാട് എല്ലാ കാലത്തും മുസ്ലിം ലീഗ് സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടിയെ UDF രാഷ്ട്രീയത്തിലെ ട്രിപ്പിൾ ഷൂട്ടർ എന്ന് വിളിക്കാറുമുള്ളത്. UDF സർക്കാരിൻ്റെ കാലത്തെ മാധ്യമ വാർത്തകൾ ഒന്ന് നോക്കിയാൽ, പഴയ വാർത്തകൾ എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. എന്നാൽ ഇന്ന് മുസ്ലിം ലീഗ് അങ്ങനെയാണോ? മുസ്ലിം ലീഗ് പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു. മുസ്ലിം ലീഗിനെ ഇപ്പോൾ ആർക്കും വേണ്ട. പഴയ ഒരു പ്രതാപമില്ല. 22 സീറ്റുണ്ട്, കഴിഞ്ഞ കാലത്തെക്കാളും സീറ്റുണ്ട്. എന്നിട്ടും പഴയ പ്രതാപം മുസ്ലിം ലീഗിന് തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണത്? മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയാലും UDFന് ഭരിക്കാം. 80 സീറ്റ് അപ്പോഴുമുണ്ട് UDFന് എന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കളുണ്ട്. പിന്നെന്തിനെ മുസ്ലിം ലീഗിന്റെ പുറകെ പോകണം? പിന്നെന്തിനെ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങണം എന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. മുസ്ലിം ലീഗ് നേതാക്കളും അത് പറയുന്നുണ്ട്. പഴയ പോലെയുള്ള ഒരു സമ്മർദ്ദ ശക്തിയായി മാറാൻ മുസ്ലിം ലീഗിന് കഴിയുന്നില്ല. മുസ്ലിം ലീഗിന് ഒരു കഷ്ടകാലം തന്നെയാണ് എന്ന് മുസ്ലിം ലീഗ് നേതാക്കളും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് മുസ്ലിം ലീഗിനെ ഈ നിലയിൽ എത്തിച്ചത്? എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. അത് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കും. എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി കൊണ്ടുവരുവാൻ ശ്രമിക്കും. അതിന് ചർച്ച നടത്തും, വിവിധ സമുദായ സംഘടനകളെ കാണും, അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ സംഘടിപ്പിക്കും. MSFൻ്റെയും യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ മുസ്ലിം വീടുകളിൽ കയറി പ്രചാരണം നടത്തും. കോണിയെ തോൽപ്പിക്കരുത്, സമുദായത്തിന് തിരിച്ചടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. മതത്തെ ഉപയോഗിക്കാറുണ്ട് മുസ്ലിം ലീഗ്. അത് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ മാത്രമാണ്. മറ്റു മണ്ഡലങ്ങളിൽ ഇത്ര തീവ്രമായ പ്രവർത്തനങ്ങൾ, UDF മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇത്ര തീവ്രമായ പ്രവർത്തനങ്ങൾ നടത്താറില്ല മുസ്ലിം ലീഗ്. കുറച്ച് സ്വതന്ത്രമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തോളൂ എന്ന നിലപാട് സ്വീകരിക്കാറുമുണ്ട്. അത് എന്തുകൊണ്ടാണ്? വൻ ഭൂരിപക്ഷം കോൺഗ്രസിന് ലഭിച്ചാൽ മുസ്ലിം ലീഗിന് പ്രാധാന്യമില്ലാത്ത ഒരവസ്ഥയുണ്ടാകും. അത് നേരത്തെ തിരിച്ചറിയാറുണ്ട് മുസ്ലിം ലീഗ്. അതനുസരിച്ച് മുസ്ലിം ലീഗിന് UDFൽ നല്ല പ്രാധാന്യം കിട്ടുന്ന ഒരു സ്ഥിതി, രാഷ്ട്രീയ സ്ഥിതി എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിനുവേണ്ടി കൃത്യം കണക്കുകൂട്ടലുകൾ നടത്താറുണ്ട് മുസ്ലിം ലീഗ്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ അത് ഉണ്ടായില്ല. അവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട്? ആരാണ് ഇതിന് പിന്നിൽ? മുസ്ലിം ലീഗിൻ്റെ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നത് പോലെ പുറത്ത് UDF മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ടുകൾ ഏകീകരിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമമുണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ഷാഫി പറമ്പിലാണ്, കോൺഗ്രസ് നേതാവായ ഷാഫി പറമ്പിലാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹം മുസ്ലിം ലീഗ് മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ യാത്ര ചെയ്യുകയും ആ മണ്ഡലങ്ങളിലെ മുസ്ലിം വോട്ടുകൾ ഏകീകരിപ്പിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. എന്ന് വെച്ചാൽ എങ്ങനെയാണോ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ചെയ്തിരുന്നത്, അതേ പണി ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ, കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്തു. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് മണ്ഡലങ്ങളിൽ എങ്ങനെയാണോ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുക, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് മത്സരിക്കാത്ത മണ്ഡലങ്ങളിലും UDFന് അനുകൂലമായി മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് ഷാഫി പറമ്പിലാണ്. അതിൻ്റെ വിജയം കൂടിയാണ് കോൺഗ്രസിന് 63 സീറ്റ് നേടാൻ കഴിഞ്ഞത്. അതോടുകൂടി മുസ്ലിം ലീഗ് അപ്രസക്തമായി. മുസ്ലിം ലീഗിനെ അപ്രസക്തമാക്കുക എന്നത് കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും ഒരു ലക്ഷ്യമായിരുന്നു. പക്ഷെ നടക്കാറില്ല. രാഷ്ട്രീയ ചാണക്യനായ കുഞ്ഞാലിക്കുട്ടി അപ്പുറമുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടൽ അതിന് സമ്മതിക്കാറില്ല. പക്ഷേ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ പോലും കവച്ചു വെക്കാൻ കഴിയുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ ഷാഫി പറമ്പിൽ നേതൃത്വത്തിൽ രൂപീകരിച്ചു. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചത് മുസ്ലിം ലീഗിനെ ആയിരുന്നില്ല, കോൺഗ്രസിലെ ഈ വിഭാഗത്തെയായിരുന്നു. അതാണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇതിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന് LDFനെ പരാജയപ്പെടുത്തുക, മറ്റൊന്ന് മുസ്ലിം ലീഗിനെ ദുർബലമാക്കുക എന്നുകൂടിയുണ്ട്. മുസ്ലിം ലീഗിനെ ദുർബലമാക്കിയാൽ മാത്രമേ ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം സമുദായത്തിനകത്ത് സ്വാധീനം വർദ്ധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു ഇരട്ട തന്ത്രമാണ് ജമാഅത്തെ ഇസ്ലാമി പയച്ചത്. അത്
ഫലം കാണുകയും ചെയ്തു. അതിലൂടെ ഇപ്പോൾ മുസ്ലിം ലീഗ് ഒറ്റപ്പെട്ട അവസ്ഥയിൽ, പഴയ ശക്തിയില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. കോൺഗ്രസിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും രാഷ്ട്രീയ തന്ത്രങ്ങൾ UDF-നകത്ത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും അതിലുണ്ട്. കാരണം മുസ്ലിം ലീഗിന് പ്രാധാന്യം കുറയും, കുറച്ച് കൊണ്ടുവരിക, അങ്ങനെ ദുർബലമാക്കുക, അതുതന്നെയായിരിക്കും ഭാവിയിൽ ഷാഫി പറമ്പിലും ജമാഅത്തെ ഇസ്ലാമിയും കൂടി കോൺഗ്രസിനകത്തും UDF-നകത്തും ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്.